നമ്മുടെ ഇന്നത്തെ യാത്രയെന്ന് പറഞ്ഞാൽ കൊല്ലം ബീച്ചാണ്. കൊല്ലം ബീച്ച് എന്ന് പറയുമെങ്കിലും നമ്മൾ കൊല്ലം ബീച്ചിൽ നിർത്തുന്നില്ല. ബീച്ചിൻ്റെ ഓപ്പോസിറ്റുള്ള പാർക്കിലും കയറുന്നില്ല. അപ്പോൾ ഇവിടെ ഒന്നും കയറാതെ നമ്മൾ വേറെ റൂട്ടാണ് പിടിക്കുന്നത്. നമ്മുടെ തീരദേശ റോഡ് വഴി. ഈ റോഡ് വഴി പോകുമ്പോൾ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയിൽ അതുപോലെ ഫ്രഷ് മീൻ, വലയിൽ നിന്നൊക്കെ അപ്പം എടുത്തിടുന്ന ഫ്രഷ് മീൻ കിട്ടും. വേണമെന്നുള്ളവർക്ക് അത് വാങ്ങിച്ചുകൊണ്ട് പോകാം. വളരെ ഫ്രഷായിട്ടുള്ള മീൻ തന്നെയാണ്. അപ്പോൾ മീനും വാങ്ങിക്കാം. കടലിൻ്റെ സൈഡിൽ കൂടി ഒരു നല്ല യാത്രയുമാവും. പിന്നെ റോഡ് കുറച്ച് ശോകമാണ്. നല്ല കട്ടറൊക്കെ ഉള്ള റോഡാണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് വരിക. പകൽ സമയങ്ങളിൽ വരികയാണെങ്കിൽ ബ്ലോക്ക് കുറവായിരിക്കും. ഈ വൈകുന്നേരങ്ങളിലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ സാധിക്കും. വൈകുന്നേരങ്ങളിൽ ആ ഒരു ചെറിയ വെയിലൊക്കെ തന്നതിന് ശേഷം നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. കൊല്ലത്തുനിന്ന് പരവൂർ എത്തുന്നതിന് മുമ്പ് തീരദേശ റോഡ് വഴി വന്നാൽ ഇതുപോലുള്ളൊരു മനോഹരമായ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. വൈകുന്നേരങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കിവിടെ ഇറങ്ങി നിൽക്കാം. പിന്നെ കടലിലോട്ട് ഇറങ്ങുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം അത് റിസ്ക്കുള്ള സമയമാണ്. ഇപ്പോൾ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല റിസ്ക്കാണ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നും ഇറങ്ങാതെ കുറച്ച് ഒന്ന് വന്ന് കണ്ടു പോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വെറുതെ വന്നിരിക്കാനും വണ്ടികളുടെയൊക്കെ ഫോട്ടോസ്, നല്ല നല്ല ഫോട്ടോസ് എടുക്കാനൊക്കെ അടിപൊളി സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ തീരദേശ റോഡിലെ ഇത്തരം കാഴ്ചകൾ. അപ്പോൾ മഴ ആയതുകൊണ്ട് അവിടെ കൂടുതൽ വീഡിയോസൊന്നും നമ്മൾ എടുക്കാനൊന്നുമില്ല. നമ്മൾ തിരിച്ചു പോവുകയാണ് പരവൂർ വഴി പള്ളിക്കലിലേക്ക്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്ത തവണ കാണാം. അതുവരേക്കും